ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സരയെ ചോദിക്കണം, എന്നാലും മനുവേട്ടിനെ പോലെ ഒരുപാട് പേരുണ്ടല്ലേ, അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ? അല്ല, അന്നും ഇതുപോലെ വേറൊരാൾ വന്നിട്ട് മനുവേട്ടൻ്റെ കാര്യത്തെ പറഞ്ഞ് ചോദിച്ചില്ലേ, മനുവേട്ടനെ പോലെ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെ അതെ, അതുകൊണ്ട് എനിക്ക് പേടിയാ മോളെ, ഇനി അവർക്ക് കിട്ടേണ്ട തല്ലൊക്കെ എനിക്ക് കിട്ടുമോയെന്ന്. അത് കേട്ടതും അത് ശരിയാ, മനുവേട്ട സൂക്ഷിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. ശരിയാ മോളെ, വാ വണ്ടി കയറ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വണ്ടി കയറുക. അപ്പം മനോഹർ ആലോചിക്കുക, ഈശ്വര, അവളുടെ ആങ്ങളമാരെന്നെ വെട്ടാൻ നടന്നതാ, ഇനി ഭാഗ്യം അവരുടെ എങ്ങനെ കണ്ണിപ്പെടാതിരുന്നത്. അവൾമാരെന്നെ കണ്ടിരുന്നെങ്കിൽ മനസ്സിലായാനായിരുന്നു ഞാൻ തന്നെയാണെന്ന്. എന്തായാലും രക്ഷപ്പെട്ടു. മനുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളൂ, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കല്ല മനുവേട്ടാ, ഒരിക്കലുമില്ല, ഞാനതൊക്കെ എപ്പോഴേ വിട്ടു. എന്നാൽ വണ്ടി എടുക്കും മനുവേട്ട, പോകാം. ശരി മോളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറും എടുത്തുകൊണ്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും പിന്നെ ശാരിയെയുമാണ്. എന്നാലും അവൻ മോളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ പേടിയാ, എന്തെങ്കിലും നമ്മുടെ മോളെ അവൻ ചെയ്യുമോ എന്നുള്ള പേടി. എന്നാലും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഇത്ര നേരമായി, അവൾക്കാണെങ്കിൽ അവനെ ഭയങ്കര വിശ്വാസമാണ്, അവനെ കണ്ണു അടച്ചല്ലേ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയാണെങ്കിൽ കുറേ ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുമോ. ഈ സമയമാണെങ്കിൽ എന്ത് ചെയ്യാനാ, അവനെ തീർക്കണമെന്ന് വിചാരിച്ചിട്ടും അത് നടക്കുന്നില്ലല്ലോ. നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്നും ഇനി അവനെ ഒഴിവാക്കിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. സമാധാനത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയായാലും എനിക്കാകെ മൊത്തത്തിൽ അങ്ങോട്ട് ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല. മനോഹർ എങ്ങനെയെങ്കിലും തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയും മനോഹറും കൂടെ വരികയാണ്. എവിടെ പോയിരിക്കുമായിരുന്നു എന്നും ശാരി ചോദിച്ചത് കേട്ട്, ഞങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ എവിടെ വേണേലും പോവും, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതെ, എൻ്റെ സരയുമോള് ആകെ മൊത്തത്തിൽ സങ്കടത്തിലായിരുന്നു, അവളെ അടച്ചിട്ട ഒരു വിഷമമായിരുന്നു അവൾക്ക്. കൂട്ടിലടച്ചിട്ട കിളിയെപ്പോലെ ഏതു നേരവും ഒരു വീട്ടിൽ തന്നെ അടഞ്ഞിരുന്ന് എൻ്റെ സരയുമോൾ ആകെ വിഷമിച്ചു. എന്നാൽ ഇപ്പോഴാണ് അവൾക്കൊരാശ്വാസം, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ. അതിനുശേഷം അവൾക്ക് ഒരു കുഴപ്പമില്ല. അത് കേട്ടതും നമ്മുടെ മനോഹർ സോറി രാഹുൽ, എന്ത് ചെയ്യാനാ, എൻ്റെ മോളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരുമല്ലേ. അതെ, സങ്കടങ്ങൾ വരികയാണ്, ജീവിക്കാൻ പോലും തോന്നുന്നില്ല. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇത്തിരി ആശ്വാസം. മെൻ്റലായ ആൾക്കാരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുക. ആർക്കാടി മെൻ്റല്? ഞങ്ങൾക്കോ? അതെ, നിങ്ങൾക്ക് തന്നെയാണ് മെൻ്റല്, നിങ്ങൾ രണ്ടുപേരും മെൻ്റലുകളാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനുവേട്ട. എത്രയും പെട്ടെന്ന് നമുക്കൊരു വീടെടുത്ത് മാറണം. അതെ, നമുക്ക് മാറണം മോളൂ, അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവൻ കുറേ മാറിയാലും എന്നും രാഹുൽ. അത് കേട്ടതും അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയരുത്, അതെനിക്കിഷ്ടമല്ല. എന്താ, എൻ്റെ സരയുനെ കൊണ്ട് എനിക്ക് എവിടെ മാറാൻ പറ്റില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? നീ മാറടാ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറ. നീ ആദ്യം എൻ്റെ മോളെ കൊണ്ട് വീട് മാറി നോക്ക്, അപ്പോൾ വിവരം അറിയും. അത് കേട്ടതും എന്ത് ചെയ്യും നിങ്ങൾ എന്നും സരയുൻ്റെ ചോദ്യം. അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല മനുവേട്ട, അമ്മായി അച്ഛനാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കരുത്. കാരണത്തടിക്കേണ്ട വാക്കുകളാണ് ഇയാൾ പറയുന്നതെങ്കിൽ കൊടുത്തോളണം. ഞാൻ അതിൽ മനുവേട്ടനെ കുറ്റപ്പെടുത്തത്തേ ഇല്ല, എനിക്കതിന് സാധിക്കുകയില്ല. എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ പറയാം മനുവേട്ട, അത്ര പെട്ടെന്നൊന്നും ഇയാൾ ചെയ്തൊന്നും മറക്കരുത്. ഇയാളുടെ തലക്കിട്ടടിച്ച് കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല മനുവേട്ട. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെൻ്റലായതാ, ഇനിയിപ്പോൾ ഭ്രാന്തായിട്ട് സ്വയം ചത്തു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം സരയു. ഈ സമയം മനോഹരനും കൂട്ടി സരയു മുകളിലേക്ക് പോവുക. അപ്പോഴാണ് ശാരി, നിങ്ങൾക്ക് വട്ടായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ, ഷോക്കും തന്നതാ, അപ്പം പിന്നെ അവനെ അങ്ങ് കൊന്നൂടെ? അവനെ കൊന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ അവനെ കൊന്നതിന് ശേഷം കേസൊന്നും വരില്ല, നിങ്ങൾക്ക് പ്രാന്തായിരുന്നു എന്ന് നമുക്ക് വരുത്തി തീർക്കാലോ, സർട്ടിഫിക്കറ്റും ഉണ്ട്. അതിനെക്കുറിച്ചല്ലേ ശാരി നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നേ. അങ്ങനെ നമ്മൾ അവനെ കൊന്നു കഴിയുമ്പോൾ പ്രാന്ത് പിടിക്കുന്ന നമ്മുടെ മോളെ എന്ത് ചെയ്യും? പുഴുങ്ങി തിന്നും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ അവളെക്കുറിച്ച് നോക്കിയിട്ടും കാര്യമില്ല. അവൾക്കും നമ്മുടെ കാര്യത്തിലൊന്നും നോക്കാൻ താല്പര്യമില്ല. അവൾക്ക് അവളുടെ സന്തോഷം. അവനൊരു ഫ്രോഡാണെന്ന് നമ്മൾ അറിഞ്ഞു, അത് അവളോട് പറയാൻ പറ്റാത്ത സാഹചര്യം. എന്നാൽ പിന്നെ അവനെ അങ്ങ് തീർക്കുക, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് ബൈജുവിനെയാണ്. ബൈജു ആണെങ്കിൽ ഇതൊക്കെ കാര്യങ്ങൾ ഓർത്തിട്ട് ഭയങ്കര ചിരിയാ. അപ്പോൾ കിരൺ, എടാ നീ എന്തിനാടാ ഇങ്ങനെ ചിരിക്കുന്നേ? എനിക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റണില്ല അളിയ.
പ്രകാശൻ്റെ മുഖമേ ഇപ്പോഴും എൻ്റെ മുഖത്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ആ അതോർത്തോർത്ത് നല്ല ചിരി തന്നെ വരും. ബൈജു ചിരിക്കട്ടെ കിരണേ, എന്തായാലും ബൈജുവിന് ചിരിക്കാനുള്ള കാര്യമാണല്ലോ നടന്നത്. അത് പിന്നെ പ്രത്യേകം പറയണോ? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്നാലും എനിക്കിതൊക്കെ കേട്ടപ്പോഴേ കണ്ടപ്പോഴേ മനസ്സ് നിറഞ്ഞു. എല്ലാവരും ജ്യൂസ് കുടിക്കും, ഇതൊക്കെ എടുത്ത് കഴിക്കും എന്നും പറഞ്ഞ് കഴിക്കാനൊക്കെ കൊടുക്കുക. അങ്ങനെ അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിച്ച ഉച്ചക്ക് എങ്ങനെ സദ്യ കഴിക്കും? അതൊക്കെ കഴിക്കാം. അതെ, ഇവരമ്മയും മോളും എന്തുണ്ടാക്കിയാലും വയറ് നിറഞ്ഞാലും നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അതുകൊണ്ട് അതിന് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കാം ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ആ പാചകം കണ്ടല്ലേ ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടത്. ഒന്ന് പോളിയ നിഷ്കളങ്കമായ കല്യാണിയുടെ സ്വഭാവമാണ് അളിയനെ വീഴ്ത്തിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ടതും അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ താര വരികയാണ്. താര വരുന്നത് സരയു ജനൽ തുറന്ന് നോക്കുക. അവള് വരുന്നുണ്ട്. അവളെൻ്റെ അമ്മയായിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല. എനിക്ക് കണ്ടുപിടിക്കണം. എൻ്റെ കൂട്ടുകാരത്തെയാണ് ലാബിലുണ്ടായിരുന്നെങ്കിലും കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ കഴിവുള്ളവരാ ചുറ്റുമുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ അവളെയും പണം കൊടുത്ത് സ്വാധീനിച്ച് കാണും. എന്തൊക്കെയായാലും എൻ്റെ അമ്മ അവളല്ല എന്ന് എനിക്ക് കണ്ടുപിടിച്ച് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടി ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. ഈശ്വര, ഒരിക്കലും അവളെ എനിക്ക് അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം മനോഹർ, എന്താ മോളൂ ഇത്? ഇനിയും വിഷമിച്ചിരിക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ ഈ വിഷമങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട. എൻ്റെ മനുവേട്ടൻ എൻ്റെ കൂടെ ഉള്ളത് മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം. എന്താ മോളു, വീണ്ടും മോൾക്ക് സങ്കടം വരാനുള്ള കാരണം എന്താ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്തൊക്കെയായാലും സത്യങ്ങളുടെ പിന്നാലെ ഒരിക്കൽ കൂടെ പോണം മനുവേട്ട. അവൾ എൻ്റെ അമ്മ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കണം. ആര്? താര. എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അമ്മ താരയല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും മനുവേട്ടനെ അന്വേഷിക്കണം. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. അന്വേഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ മനുവേട്ടാ. എങ്ങോട്ടെങ്കിലും പോകാം, ഇവിടെ നിൽക്കേണ്ട മനുവേട്ടാ. പിന്നെ എൻ്റെ ലോക്കറിൽ 150 പവൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ട്. അതെടുത്ത് മനുവേട്ടൻ വിറ്റിട്ട് കാശാക്കി എത്രയും പെട്ടെന്ന് ബാങ്കിലിടണം. 150 പവൻ്റെ സ്വർണം! ഈശ്വര, ഇത്ര പെട്ടെന്ന് ഇവളത് എനിക്ക് തരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ആഗ്രഹിച്ച കാര്യം. അയ്യോ മോളു, അതൊന്നും വേണ്ട എന്ന് മനോഹർ. അതെന്താ മനുവേട്ട വേണ്ടാത്തത്? അത് എടുക്കരുതെന്നല്ലേ മോളുൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത്? അച്ഛനും അമ്മേൻ്റെ മാക്ക് എന്തിനാ മനുവേട്ടൻ കേൾക്കുന്നേ? അതെനിക്ക് തന്ന സ്വർണ്ണമല്ലേ? അതെനിക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണ്. അത് എടുക്കുന്നതും എടുക്കാത്തതും ഒക്കെ എൻ്റെ ഇഷ്ടമാണ്. എടുക്കുന്നെങ്കിൽ പോലും എന്നോട് ചോദിക്കണം. മനുവേട്ടന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് വിറ്റ് കാശാക്കി അക്കൗണ്ടിലിടാം. അത് ഇടണം, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇല്ലെങ്കിലേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയും കൂടെ അഹങ്കാരം കൂടും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം മോളു വാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സരയുവിനെ ചേർത്ത് പിടിക്കുക. ഈ സമയം മനോഹർ ആലോചിക്കുകയാണ്, 150 പവൻ എന്തായാലും 1 കോടിയുടെ അടുത്ത് വരും. അങ്ങനെയാണെങ്കിൽ സ്വർണവും വെച്ച് മുങ്ങേണ്ടടത്തേക്ക് മുങ്ങാം. അത്ര പെട്ടെന്ന് മുങ്ങൂല ഞാൻ. ബേഗാസുരൻ എനിക്ക് തരാനുള്ളതും എനിക്ക് തന്നേ പറ്റൂ. എന്നിട്ടേ ഞാൻ പോകൂ. ഈ സമയം ഷാരിയും രാഹുലും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സരയു, മനുവേട്ടൻ പോയി അന്വേഷിക്കും മനുവേട്ട, അവൾ എൻ്റെ അമ്മ തന്നെയാണോ എന്ന്. അതിനിടയിൽ ഹോസ്പിറ്റലിൽ എന്താ സംഭവിച്ചതെന്ന്. ശരി മോളൂ, അന്വേഷിച്ച് ഇതിനൊരു ലക്ഷ്യം കണ്ടുപിടിച്ചിട്ടേ ഞാൻ വരൂ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ താഴേക്ക് ഇറങ്ങി ചെല്ലുക. താഴേക്ക് ഇറങ്ങി ചെന്നതും ഷാരിയുടെയും രാഹുലിൻ്റെയും ഇരിപ്പ് കണ്ടിട്ട് മനോഹർ ആണെങ്കിൽ ഭയങ്കര ചിരി. നീ എന്താടാ കിളിക്കുന്നേ? ഞങ്ങളെ കണ്ടിട്ട് എന്താ കോമാളികളാണെന്ന് തോന്നുന്നുണ്ടോ എന്നും രാഹുൽ. കോമാളികൾ മാത്രമല്ല, നിങ്ങൾ രണ്ടുമേ കോവർ കഴുതകൾ. നിങ്ങളുടെ മോളിപ്പോൾ നിങ്ങളെ ഒട്ടും വിശ്വസിക്കുന്നില്ല. എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മോളോട് ഇനി എന്ത് പറഞ്ഞേ എന്നെ ഇതാക്കണമെന്ന് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. നിങ്ങളെയൊക്കെ അവൾ തകർക്കേ ഉള്ളൂ. അത് കേട്ടതും പോടാ, കൂടുതലൊന്നും പറയേണ്ട നീ. മര്യാദയ്ക്ക് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിക്കൊള്ളണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പോകണമെങ്കിൽ ഇനി ഞാൻ പറയുന്നതൊക്കെ തന്നോളണം. എടാ എൻ്റെ മോള് സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ അവൾ കൊല്ലും. ഒരിക്കലുമില്ല. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്ത് പിടിച്ച അവളെ നിങ്ങൾ ഭ്രാന്താശുപത്രിയിലാക്കേണ്ടി വരും. അത്രയ്ക്ക് സ്നേഹമാണ് അവൾക്ക് എന്നോട്. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ അവൾ വിശ്വസിക്കത്തേയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവളെ വിട്ടു പോകാതിരിക്കണോ?
എന്നാൽ മാസം മാസം നല്ലൊരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതി. ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കാം. ഷോ, എന്നാലും നീയൊക്കെ പണ്ടാരടങ്ങി പോകുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും നീയൊക്കെ ഒന്ന് ചാകട. ഒന്നും ഒരു കാലത്തും നല്ലതുണ്ടാവില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെയാ. ഒരു കാലത്തും നല്ലതുണ്ടാവില്ല. അതെ, ഈ ലോകം പടച്ച ദൈവം തന്നെ നമ്മളെയും പടച്ചു. എന്തൊക്കെയായാലും പന പോലെ വാഴ്ത്തൂല്ലേ ദുഷ്ടരെ, അതുപോലെ പന പോലെ വാഴ്ത്തട്ടെ. ഈ ലോകത്തിൻ്റെ പോക്ക് കണ്ടിട്ട് അധികം നാൾ ഈ ലോകമൊന്നും ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ ഇല്ലാതാവുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് യാത്ര പറഞ്ഞു പോവാം. ഇപ്പം ഞാനൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ലക്ഷ്യം എന്തായാലും അത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ വരും. എൻ്റെ സരയുവിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. പോട്ടെ അമ്മായി അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങ് പോവുക. മനോഹർ പോയി കഴിഞ്ഞതും ശാരി, ഷോ എന്തൊരു കഷ്ടമായത്. നമ്മുടെ മോൾക്കും നമ്മളെ വേണ്ട. ദാ പോയവനും നമ്മളെ ഇട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ ശാരി? താനൊന്നും പറയണ്ട. എല്ലാത്തിനും കാരണക്കാരൻ താൻ ഒറ്റൊരുത്തനാ. അവനെ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല. അവനെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മോള് അവൾക്കിഷ്ടം അവനെയാണെങ്കിൽ അവളും അങ്ങ് പോട്ടെ. എല്ലാം സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ശാരി ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ താരയോട് ആൻറ്റി വല്ലതും കഴിച്ചിട്ടൊക്കെ പോയാൽ മതി കേട്ടോ എന്നൊക്കെ പറയാം. എന്നാൽ നിങ്ങളെല്ലാവരും ചേർന്ന് നിന്നേ ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജു ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ അവരിങ്ങനെ ഇരിക്കുക. അതേ, ഇനിയൊരു ദിവസം നമുക്ക് അമ്മയുടെ വീട്ടിൽ കൂടാം. അത് കഴിഞ്ഞ് ചെന്നൈക്ക് ഞങ്ങൾ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ കാർത്തികയുടെയും ലക്ഷ്മിയുടെയും മുഖം മാറി. അതെന്താ ചെന്നൈ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ടല്ലോ. ഉണ്ട് കല്യാണി, നല്ല ടെൻഷനുണ്ട്. അതെന്താണെന്ന് പറയാമല്ലോ. ഇപ്പോൾ ഒരു തലവേദന ഒഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരടുത്ത തലവേദനയാണ്, ചെന്നൈയിലെ തലവേദന. അതെന്തായാലും പറയും, തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കും. എന്നാലേ ഞങ്ങൾക്കൊരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റൂ എന്നൊക്കെ പറയാണ്. എന്താ ചേച്ചി, എന്താണെങ്കിലും ധൈര്യമായിട്ട് തുറന്നു പറ. ഇല്ല മോളെ, അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ പറയാം. എന്തായാലും ഈ ആഘോഷം, ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കാം. അതിനുശേഷം മതി ബാക്കിയുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കഴിക്കാനായിട്ട് അകത്തേക്ക് പോവുക. അളിയ, എന്തായാലും എല്ലാവരും പോയി. ദേ ആ വീഡിയോ കണ്ടോ, പ്രകാശൻ്റെ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ്റെ വീഡിയോ ബൈജു താരയ്ക്കും കിരണിനൊക്കെ കാണിച്ചു കൊടുക്കുക. ആ പ്രകാശൻ്റെ മോന്ത കണ്ടോ, അയാൾക്ക് നെഞ്ചോന വന്ന് വീഴുന്ന രംഗം കണ്ടോ, എന്തൊരു രസമാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പ്രകാശനെയാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളയ്ക്ക് പകരം പച്ച പതപ്പിച്ച് കിടത്തിയിരിക്കുക. അപ്പോൾ രാജപ്പൻ വരുക. എടാ പ്രകാശ. എന്താ രാജപ്പണ്ണ, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നിന്നെ വെറുതെ ഇവിടെ കിടത്തിയിരിക്കുക. എനിക്കറിയാം രാജപ്പണ്ണ, നീ എന്നെ അണ്ണാന്നൊന്നും വിളിക്കണ്ട. ദേ എനിക്കെൻ്റെ പണം തിരിച്ചു കിട്ടണം. എൻ്റെ രാജപ്പണ്ണ, ഞാൻ എങ്ങനെ തരാനാ? ദേ ഒരൊറ്റ ഇടിക്ക് നിൻ്റെ ഹൃദയമിടിപ്പ് ഞാനിപ്പോൾ നിർത്തും. മര്യാദയ്ക്ക് എൻ്റെ പണം തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ രാജപ്പൻ ആരാണെന്ന് നീ തിരിച്ചറിയും. പ്രകാശൻ സാറേ, നീ എന്തൊക്കെയാടാ പറഞ്ഞത്? മര്യാദയ്ക്ക് എൻ്റെ പണം തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ ഈ രാജപ്പൻ ആരാണെന്ന് നീ അറിയും. എൻ്റെ രാജപ്പണ്ണ, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. എനിക്ക് തരാൻ പറ്റില്ല രാജപ്പണ്ണ. നിങ്ങളെന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോ, എന്നാലും പണം കിട്ടില്ല. നീ എൻ്റെ പണം തരാതെ ചാകില്ലടാ. നിന്നെ ഞാൻ കൊല്ലാക്കൊല കൊല്ലും. അന്നും നീ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്നും 10 ലക്ഷം മേടിച്ചപ്പോൾ അതിൻ്റെ പലിശയുടെ പലിശയും ചേർത്ത് തന്നത് കല്യാണിയാടാ. എടാ, നിൻ്റെ പെൺമക്കൾക്ക് മുൻപിൽ നിൻ്റെ മകൻ വെറും ചെരുപ്പിൻ്റെ പോലും വിലയില്ലടാ. അവൻ വെറും പോക്ക, വെറും തരികിട തറ, അവനൊന്നുമില്ല. പക്ഷേ എന്നാൽ നിൻ്റെ 3 പെൺമക്കളും ഇന്ന് ഉയരങ്ങളിൽ നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താടാ? പെൺമക്കളാടാ ഇന്നത്തെ കാലത്ത് ശരി, ആൺമക്കൾ ശരിയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അവന്മാരെ തലയിൽ വെച്ച് നടക്കുന്ന നിന്നെ പോലുള്ള തന്തകളാടാ ഇതുപോലെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് പൈസ തരാനില്ലെങ്കിലേ ചെല്ലടാ, നീ തള്ളിക്കളഞ്ഞ് നിൻ്റെ മകളുടെ കാലിൽ ചെന്ന് വീട്, ഇല്ലെങ്കിൽ അവളുടെ കാല് കഴുകി വെള്ളം കുടിക്ക്. അങ്ങനെയെങ്കിലും നീ ചെയ്ത പാവങ്ങൾ തീരട്ടെ. എടാ പ്രകാശ, എന്തൊക്കെയായാലും ഞാനൊരു സത്യം പറയാം. നിൻ്റെ കല്യാണി മോളുണ്ടല്ലോ, ഐശ്വര്യമുള്ളവളാ. അതുകൊണ്ടാ ഇന്ന് അവളുടെ ജീവിതം ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത്. നിൻ്റെ മകളായിട്ട് ജനിച്ചു എന്നല്ലാതെ ആ പാവം എന്ത് തെറ്റാടാ ചെയ്തത്? നീ ഒന്ന് ചെന്ന് കൈനീട്ടി നിന്നാ അവൾ നിന്നെ ഉറപ്പായിട്ട് സഹായിക്കും.
അത്രയ്ക്ക് നല്ല മനസ്സുള്ള കൂട്ടത്തിലാണ് കല്യാണി മോള്. അതെനിക്ക് നന്നായിട്ടറിയാം. കാർത്തിക മോളും അങ്ങനെ തന്നെയാ. കാർത്തികയും കല്യാണിയും കാദംബരിയും പോലെ ജീവിക്കാൻ നിന്റെ മോന് പറ്റുവോടാ? ഒരു കാലത്തും പറ്റില്ല. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് അഹങ്കാരത്തോടെ ഞെളിഞ്ഞു നിൽക്കാന്നല്ലാതെ അവൻ എന്തെങ്കിലും നാണോമാനം ഉണ്ടോ? അവനൊന്നും പറഞ്ഞില്ല രാജപ്പണ്ണ. ഓ പറഞ്ഞു. അവൻ പറഞ്ഞതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞാലുണ്ടല്ലോ നീ ചാകും എന്നും പറയാ. രാജപ്പണ്ണം പൊയ്ക്കേ, ഞാൻ കാശ് തരാം. അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ. കാശ് മേടിച്ചിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകൂ എന്നും പറഞ്ഞ് രാജപ്പൻ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക്